ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളെ ട്രവർ വിളിച്ചിട്ടുണ്ടായി ഗൈസ്. അപ്പം നമുക്കത് തിരിച്ചു വിളിച്ചു നോക്കാം. ഗൈസ്, ട്രെവർ പറയണത് ട്രെവറിൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഒരു ഷോറൂം ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു VIP ആളുടെ ഒരു വണ്ടി ഉണ്ട്. അയാളാണെങ്കിൽ പുറത്തേക്ക് പോയേക്കണേണ്. അപ്പോൾ ആ വണ്ടി അടിച്ചുകൊണ്ട് വരാനാണ് ട്രെവർ പറഞ്ഞേക്കണത്. കേട്ട പോലെ നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ആടെയുണ്ട് ഗൈസ്. നല്ലൊരു കമ്മീഷൻ കിട്ടും ഗൈസ് നമുക്ക്. ഇപ്പം എന്തായാലും നമ്മൾ നേരെ തന്നെ വേഗം കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ ആ ട്രെവർ ഇപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ലൊക്കേഷനിൽ നമുക്ക് എന്തായാലും പോയി നോക്കണം ആ വണ്ടി. നമ്മൾ ഡിഫൻഡർ കിടക്കണം ഗൈസ്. ഡിഫൻഡറും കൊണ്ടൊന്നും പോയാൽ ശരിയാവില്ല, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. പൈസ നമ്മൾ ഫ്രാങ്ക്ലിനെ ഡ്രസ്സൊക്കെ മാറി കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ട്രാവൽ അയച്ച ലൊക്കേഷനിലേക്ക് പോവാം. പൈസ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണം റോട്ടിൽ കൂടെ പോകണം, അല്ലെങ്കിൽ ഒരു കാറ് നൈസിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം തന്നെ ഏത് വണ്ടിയാണെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ റോട്ടിൽ വന്ന് നിൽക്കണേണ്, ഒരു വണ്ടിയും കാണാനില്ല ഗൈസ്. ഒരു വണ്ടിയും മഞ്ഞില്ലല്ലോ, തേഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് അവിടെ നിന്നൊരു ബുഗാട്ടി തന്നെയുണ്ട് ഗൈസ്, ഒരു നീല കളർ. അതെങ്കിൽ അത് നമുക്ക് വേഗം പോവാം ഗൈസ്. നമ്മൾ ട്രെവർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. നിർത്തടാ വണ്ടി നിർത്തടാ ഗൈസ്. അവൻ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനെ വലിച്ചു പുറത്തിട്ടിട്ട് നേരെ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ അവനെ വലിച്ചു പുറത്തിട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പൈസ ആ വീട്ടിലേക്ക് പോകാൻ പോണേണ് ഗൈസ്. നമ്മൾ നമുക്ക് എന്തായാലും നേരെ ഓടിച്ചു പോകാം. ട്രെവർ അയച്ച ലൊക്കേഷനിൽ ഈസി വേ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അങ്ങനെ അവൻ പൊക്കോണ്ടിരിക്കണേണ് ഗൈസ്. ഇവിടെ ആ ലൊക്കേഷൻ ഇതാണ്, പക്ഷെ എനിക്ക് വീടൊന്നും കാണാൻ പറ്റില്ല. ഗൈസ് നമ്മളെ വണ്ടി ഇപ്പോൾ പറഞ്ഞാൽ ഗൈസ് കണ്ട് ആ വീടാണെന്നാണ് ഗൈസ് തോന്നുന്നത്. വണ്ടിയുടെ കളറൊന്നും ഡ്രൈവർ എനിക്ക് കാര്യമായിട്ട് പറഞ്ഞു തന്നില്ല ഗൈസ്. ഒരു വണ്ടിയാണെന്ന്, ഒരു ലക്ഷറി കാറാണെന്നൊക്കെ പറയണത്. ഏതാണ് ആ വണ്ടി എന്നൊക്കെ ഒന്ന് നോക്കണം ഗൈസ്. നമ്മളെ വണ്ടി പിന്നെയും പറയാൻ പോയി ഗൈസ്, ബുഗാട്ടിയാണ് ഗൈസ്, ബുഗാട്ടി. നമുക്ക് എന്നാലും ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് പതുക്കെ ഇറങ്ങി നോക്കാം ഗൈസ്. ട്രെവർ പറഞ്ഞാൽ ആരും കാണാണ്ട് പതുക്കെ കയറണമെന്നാണ് ഗൈസ് ട്രെവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം ഗൈസ്. ഒരു പച്ച കളർ കാറാണ് ഗൈസ്. അത് ഏത് കാറാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. മനസ്സിലായവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ട്രെവറിനെ വിളിച്ചു നോക്കാം, കാറിൻ്റെ കളർ ചോദിക്കാം. ട്രെവറെ പച്ച കളറാണ് കാറ്. ഗൈസ് ട്രെവർ പറഞ്ഞാൽ അത് തന്നെയാണെന്നാണ്. ട്രെവർ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റ് തന്നെയാണെന്നാണ് ഗൈസ് ട്രെവർ പറഞ്ഞാൽ. നമുക്ക് ചുറ്റൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. അങ്ങനെ ആരുമില്ല. നമുക്ക് നൈസിന് അങ്ങോട്ട് ട്രെവർ പറഞ്ഞ പോലെ കാറ് തൂക്കിയിട്ട് നേരെ ട്രെവറിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം. ട്രെവറിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടി കൂട്ടുകാരനാണ് ഗൈസ് അവൻ. നേരെ അവനിപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്, അതുകൊണ്ട് അവൻ്റെ വീട് ഒഴിഞ്ഞ് നടക്കണതാണ്. അപ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിൽ സേഫ് ആണെന്ന് തോന്നി, അതാണ് അവൻ്റെ വീട്ടിലിട്ടത് ഗൈസ്. അപ്പോൾ അമ്മ ഗേറ്റ് തുറന്ന് കയറിയിട്ടുണ്ട് ഗൈസ്. തേ കിടക്കുന്നു ആ ലക്ഷറി കാറ്. അത് ഏത് കാറാണെന്ന് എനിക്ക് ഒട്ടും ഗസ്സില്ല. നിങ്ങൾക്ക് ഗസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമൻ്റ് അടിക്കുക. പക്ഷെ നമ്മൾ നേരെ ഫ്രണ്ടിൽ നോക്കാൻ പോകണേ ഏതായിരിക്കും ആ വണ്ടിന്ന്. എനിക്ക് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പക്ഷേ ഏതായിരിക്കും. ഗൈസ് BMW പച്ച കളർ ഐറ്റം. നമുക്ക് സമയം വഴിക്കണ്ട, നേരെ തന്നെ വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുപോകാം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നേരെ പോകണം, ഇല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ നേരെ വണ്ടി എടുത്ത് വളച്ച് പോവാണ്. സ്പീഡിൽ പോകണം ഗൈസ്. നമ്മുടെ ട്രെവർ എണ്ണം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയിൽ. ഗൈസ് വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് വേഗം പോയിട്ട് വരാം. നമ്മുടെ ട്രെവറിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ ഓണർ എന്തായാലും സംഭവം പ്രശ്നം വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ കാറ് ഇതാക്കണതൊക്കെ CCTV കണ്ടിട്ടുണ്ട് ഗൈസ് ആ വീടിൻ്റെ. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ട്രെവർ പറഞ്ഞൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ആ സ്ഥലത്തേക്ക് മാറിയിരിക്കണം. CCTVയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല ഗൈസ്. കാറിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ CCTV കണ്ടത്. അപ്പം എന്തായാലും പോലീസ് വരും ഗൈസ്, അപ്പോൾ കുറച്ച് പണി ഉണ്ടാവും ഗൈസ്. പോലീസിൻ്റെയൊക്കെ തന്നെ പാർട്ട് 2 വീഡിയോ എന്തായാലും വന്നെയായിരിക്കും ഗൈസ്, അതെന്തായാലും വരും. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോവാം. പക്ഷേ ഇതാണ് അവൻ്റെ വീഡിയോ ഗൈസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാർ കയറൂല ഗൈസ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ വീടിൻ്റെ ബാക്കിലൊരു ഗ്യാരേജ് ഉണ്ട്, ആ ഗ്യാരേജിലിട്ട് വണ്ടി നൈസിന് പൂട്ടാനാണ് എൻ്റെ പ്ലാൻ. അതാകുമ്പോൾ വലിയ സീനില്ല, നമുക്ക് വണ്ടി സേഫ് ആവണ്. പിന്നെ ആരും വരില്ല, നമുക്ക് ആ ഷട്ടർ വലിച്ചിട്ടാൽ മതി. പിന്നെ പാർട്ട് 2 എന്തായാലും വരും, അപ്പം എല്ലാവരും കാണാം. അപ്പം നമുക്ക് എന്തായാലും നേരെ വണ്ടി ഗ്യാരേജിൽ കയറ്റിയിടാം ഗൈസ്. വണ്ടി
ഒറ്റ കയറ്റൽ വരണം, ഇല്ലെങ്കിൽ അടി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടി ഗ്യാരേജിലേക്ക് പാർക്ക് ചെയ്ത് ഇനി നമുക്ക് അവനെ വിളിച്ചു പറയണം ഗൈസ്. ഗൈസ് അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബൈക്ക് 3D എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിലാണെങ്കിൽ ഒത്തിരി ചീപ്പ് കോഡ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ ചീപ്പ് കോഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചാൽ മതി ഗൈസ്. ഞാൻ ഒരു ചീപ്പ് കോഡ് വീഡിയോ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ആക്കി ഇട്ടേക്കാം ഗൈസ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ പാർട്ട് 2 എന്തായാലും വരും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും ബൈ.